ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാണക്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും 9ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അധികം പറഞ്ഞ് സംസാരിച്ച് നീട്ടുന്നില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിന്ദിയെക്കുറിച്ചാണ്. ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റാണ് സഫറോം കി ജുഗൽബന്ദി. നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഗിഡ്കി എന്ന് പറയുന്നത്. ഗിഡ്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോ എന്നാണ് അർത്ഥം. വിൻഡോ എന്ന് പറഞ്ഞാൽ ജനാല. ഇതൊരു ചെറുകഥയാണ്, അതായത് ലഘുകഥ ആണ്. ഇത് എഴുതിയേക്കുന്നത് അഞ്ജു ഖർബന്ദ ആണ്. നമുക്ക് ഞാൻ വായിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ കയ്യിലെടുത്ത് വെച്ചിട്ട് ഓരോ വരിയും കൃത്യമായിട്ട് ഞാൻ വായിച്ചു പോകുന്നതിനനുസരിച്ച് വായിച്ചു പോവുക. ഞാൻ അർത്ഥം പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ റഫ് ബുക്കിലോ അല്ലെങ്കിൽ ലെക്ചേഴ്സ് എഴുതുന്ന ഏതെങ്കിലും ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിലെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ്സിൻ്റെ അർത്ഥം ഒന്ന് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് PDF നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ എന്തായാലും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. എന്നാലും ഞാനൊന്ന് മുൻകൂട്ടി ഒന്ന് പറയുന്നതാണ്. ആവശ്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹിന്ദിയിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ഗിഡ്കി. ഗിഡ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനാല, വിൻഡോ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇതൊരു ലഘു കഥയാണ്. അത് ചെറിയ കഥയാണ്, ചെറുകഥയാണ്. ഇത് എഴുതിയിട്ടുള്ളത്, അതായത് ഗിഡ്കി എന്ന ചെറുകഥ എഴുതിയിട്ടുള്ളത് അഞ്ജു ഖർബന്ദ ആണ്. ആരാ എഴുതിയിട്ടുള്ളത്? അഞ്ജു ഖർബന്ദ. ഇനി നമുക്ക് ടെക്സ്റ്റ് എടുത്ത് വായിക്കാം, അർത്ഥം നോക്കാം. ഇന്ന് നമ്മൾ അർത്ഥമാണ് നോക്കുന്നത് കേട്ടോ. ഹോഷിയാർപൂർ സെ സാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാപൂരിൽ നിന്ന് കല്യാണ ക്ഷണം വന്നിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുവ. കല്യാണത്തിന് ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. സർദി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി. തണുപ്പ് കുറച്ചായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ AC के बजाय जनरल कोच से सफ़र का आनंद लिया जाए. അതുകൊണ്ട് ഇത്തവണ AC കോച്ചിൽ പോകണ്ട, പകരം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാമെന്ന് നമ്മുടെ കഥയിലെ ഭർത്താവ് തീരുമാനിച്ചു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പഹലെ बीवी बच्चे जनरल से जाने पर कुछ नाराज़ हुए, पर फिर थोड़ी ना नुक्कर के बाद मान गए. ആദ്യം ഭാര്യയും കുട്ടികളും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നതിൽ നീരസം പ്രകടിപ്പിച്ചു. പിന്നെ ഭർത്താവ് പറയുന്നത് എതിർപ്പൊന്നും കൂടാതെ അനുസരിച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ യാത്ര തുടരാമെന്ന് അവർ തീരുമാനിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ സഫർ. ദില്ലിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ ഹോഷിയാപൂരിലേക്ക്. അവർ കല്യാണത്തിന് ഹോഷിയാപൂരിലേക്കാണല്ലോ പോകുന്നത്. സീറ്റ് ബുക്ക് ദി തോ സ്യാദാ പരേശാനി നഹി ഹുയി. സീറ്റ് ബുക്ക് ചെയ്തു, അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബച്ചോംനെ ചട്ട് ഗിഡ്കി വാലി സീറ്റ് ചപ്പട്ട് ലി. കുട്ടികൾ പെട്ടെന്ന് തന്നെ വിൻഡോ സീറ്റ്, അതായത് ജനലിന് തൊട്ടടുത്തുള്ള സീറ്റ് പിടിച്ചെടുത്തു, അല്ലെങ്കിൽ തട്ടിയെടുത്തു. സാരാ സാമാൻ സീറ്റ് കർ മേം ഓർ പത്നി ബാത്തോം മേം മഷ്ഗുൽ ഹോ ഗയെ. മുഴുവൻ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ട് ഭാര്യയും ഞാനും സംസാരത്തിൽ മുഴുകിപ്പോയി. ആ സമയത്താണ് നമ്മുടെ ട്രെയിനിൽ ഓരോന്നൊക്കെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളുകളുണ്ടാവില്ലേ, അത്തരത്തിൽ ഷോൾ, ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഷോളുമായിട്ട് ഒരു സ്ത്രീ വന്നിട്ട് അവരെ വിളിക്കുന്നത്. ആ ഭാഗമാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. ദീദി ജമ്മു കി ഷോൾ ലേ ലോ, ബഹുത് ബടിയ ഹെ.
ചേച്ചി, ജമ്മുവിലെ ഷോളാണ്, ഇത് വാങ്ങിക്കൂ, ഇത് വളരെ നല്ലതാണ്. रंग बिरंगी शालों का भारी गढ़ उड़ाए एक सांवली सलोनी कजरारी आंखों वाली युवती पत्नी के ഇസ്രൽ കർണേ ലഗി. വിവിധ നിറത്തിലുള്ള ഷാളുകളുള്ള ഭാരമേറിയ ഒരു ഭാണ്ഡം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇരുനിറമുള്ള സുന്ദരമായി കണ്ണുകൾ എഴുതിയ യുവതി ഭാര്യയെ ഷാൾ വാങ്ങിക്കുവാനായി നിർബന്ധിക്കാൻ തുടങ്ങി. കിതനെ കി ഹേ, എത്ര രൂപയാണ്? ഭാര്യ ചോദിച്ചു. 250 800 രൂപയാണ്. ഒരു ഷാളിന് 800 രൂപയെ നമ്മുടെ മലയാളികളാണെങ്കിൽ മേടിക്കുകയില്ല. ഇത്തി മഹങ്കി, ഇത്രയും വിലയോ? സ്യാദ പീസ് ലോഗി തോ കം കർ ദൂങ്കി, അതായത് കുറച്ച് പീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വില കുറച്ച് തരാം. അവരുദ്ദേശിച്ചത് ഒരു 5-10 ഷാൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വില കുറച്ച് തരാമെന്നാണ് ആ നല്ല ഭംഗിയായിട്ട് കണ്ണ് എഴുതിയിട്ടുള്ള ട്രെയിനിലെ സാധനങ്ങൾ വിൽക്കുന്ന ആ വിൽപ്പനക്കാരി നമ്മളുടെ ഭാര്യയോട് പറഞ്ഞത്. മുജെ ദുക്കാൻ ഹോൽനി ഹേ ക്യാ, നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ ഇതൊക്കെ മേടിച്ചിട്ട് എന്താ കട തുടങ്ങാൻ പോവുകയാണോ? തമാശ രൂപത്തിൽ യുവതിയുടെ അടുത്ത് ഭാര്യ ഇങ്ങനെ പറഞ്ഞു. ലേലോന ബഹനോം ക ഭാബിയോം കെ ലിയെ, സഹോദരിമാർക്കും മരുമക്കൾക്കും എല്ലാം കൊടുക്കാമല്ലോ, ഇത് വാങ്ങൂ, നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും നമ്മളെന്താ മേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. मैंने पत्नी को इशारा किया तो इसने आंखें तरेर मुझे चुप रहने का संकेत दिया. ഞാൻ ഭാര്യയോട് ആംഗ്യം കാണിച്ച് പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ ഉരുട്ടി കാണിച്ച് എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അച്ഛാ, 5 പീസ് ലൂം തോ കിതനെ കെ ദേംഗി, ശരി 5 പീസ് എടുത്താൽ എത്ര രൂപയ്ക്ക് തരും? ഭാര്യ ചോദിച്ചു കേട്ടോ. 200 രൂപ പെർ പീസ് ലേനോ ദീദി, 200 രൂപയ്ക്ക് തരാം. ഒരു പീസ് 200 രൂപയ്ക്ക് തരാം ചേച്ചി, വാങ്ങൂ എന്നാ പറയാം. നാ 100 രൂപ പെർ പീസ്. അപ്പോൾ ഭാര്യ പറയാണ്, ഇല്ല, ഒരു പീസ് അതായത് ഒരു ഷാളിന് 100 രൂപയ്ക്ക് തരാണെങ്കിൽ വാങ്ങാം. അങ്ങനെയാണ് ഭാര്യ പറയുന്നത്. നാ 100 രൂപ പെർ പീസ്, ഇങ്ങനെയാണല്ലോ ഭാര്യ പറഞ്ഞത്. മറുപടി ആയിട്ട് ആ യുവതി പറയാണ്, ദീദി 100 तो बहुत कम है. कहते हुए उसका गला रुक गया और उसकी कजरारी आंखें भर आई. ഇങ്ങനെ 100 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ യുവതി തിരിച്ചു പറയാണ്, ചേച്ചി 100 രൂപ വളരെ കുറവാണ്. ഇത് പറയുന്ന സമയത്ത് അവളുടെ തൊണ്ട ഇടറുകയും അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ചൽ ന തേരി 150 പെർ പീസ്. ഇത് കണ്ടിട്ട് വിഷമമായിട്ടായിരിക്കണം ചിലപ്പോൾ. ഭാര്യ പറയുകയാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞാൻ പറയുന്നതും വേണ്ട നീ പറയുന്നതും വേണ്ട, ഒരു പീസിന് 150 രൂപ എന്ന് പറയാണ്. അച്ഛാ ദീദി ടീക് ഹേ, ലോ രംഗ് പസന്ദ് കർ ലോ, ശരി ചേച്ചി സമ്മതിച്ചു, ഇഷ്ടമുള്ള നിറം ഏതാണെന്ന് നോക്കി എടുത്തുകൊള്ളൂ അവർ പറയാണ്. कुछ सोचते हुए उसने कहा और घट पत्नी के सामने सरखा दिया. കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം ഭാണ്ഡം ഭാര്യയുടെ മുന്നിലേക്ക് അവർ നീക്കി വെച്ചു. पत्नी ने 5 शालों अलग कर लीं और मेरी और रुपये देने का इशारा किया. ഭാര്യ 5 ഷാൾ എടുത്തു, എന്നിട്ട് പൈസ കൊടുക്കുവാനായിട്ട് എന്നോട് ആംഗ്യം കാണിച്ചു. मैंने छट 450 രൂപയെ निकाल कर दे दिए. ഞാൻ 750 രൂപ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. ആ യുവതി പോയതിനു ശേഷം ഭാര്യയുടെ ചിന്ത ഒരു കാര്യത്തിൽ തന്നെ തങ്ങി നിന്നു. वो एक बार में ही 150 में मान गई.
ഞാൻ ഒരു വട്ടം പറഞ്ഞപ്പോൾ തന്നെ 150 രൂപയ്ക്ക് അവൾ സമ്മതിച്ചല്ലോ. ഗൽത്തി ദോടാ, തെറ്റുപറ്റിപ്പോയി. തോൽമോൽ ഓർ കർണ ചാഹിയേ ധാ, കുറച്ചുകൂടി വില പേശാമായിരുന്നു. ഓർ മേരി സുയി അതീത് മേം ജാ അട്കി ഥി, എന്നാൽ എൻ്റെ ചിന്ത കഴിഞ്ഞ കാലത്തെക്കുറിച്ചായിരുന്നു. ഭർത്താവ് പറയാണ്, എൻ്റെ ചിന്ത കഴിഞ്ഞ കാലത്തെക്കുറിച്ചായിരുന്നു, എൻ്റെ പാസ്റ്റിനെക്കുറിച്ചായിരുന്നു ഞാൻ ആ സമയം ചിന്തിച്ചത്. बेटी को घेत में बिठा रेलगाड़ी की खिड़की से चढ़ता मैं सोच रहा था. മകളെ മടിയിലിരുത്തി ട്രെയിനിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. മേരാ പിതാവ് भी रेलगाड़ी में सामान बेच जब धक्के हरे घर आते. എൻ്റെ പിതാവും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിട്ട് ക്ഷീണിച്ച് അവശനായി വീട്ടിൽ വന്നിരുന്നു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. तो उनकी आंखों में भी वही नमी थी जो आज उस युवती के आंखें में थी. ഇങ്ങനെ ക്ഷീണിച്ചു വരുമ്പോൾ അച്ഛൻ്റെ കണ്ണുകളിൽ ഇന്ന് കണ്ട യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ഭർത്താവ് പറയുന്നത്.